നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈക്കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനജീവിതത്തെ ദുസ്സഹമാക്കിയുള്ള കുന്നുകരയിലെ പന്നി ഫാമിനെതിരെ പ്രതിഷേധമുയർത്തി നാട്ടുകാർ. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്ഥലം സന്ദർശിച്ചു. 70ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ആർ ബിന്ദു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹൈക്കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരസഭാ ഓഫീസിന് മുകളിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ അനധികൃതമായി നിർമ്മിച്ച റെക്കോർഡ് റൂം പൊളിച്ചു കളയണമെന്ന ഓംബുഡ്സ്മാന്റെ ഉത്തരവിനെ മറികടക്കാൻ ഹൈക്കോടതിയിൽ ഭരണപക്ഷം വ്യാജ സത്യവാങ്മൂലം നൽകി. ഇതിന് നേതൃത്വം നൽകിയ നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറും ഇന്റേണൽ വിജിലൻസ് ഓഫീസറും നേരിട്ട് പരിശോധന നടത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു കളയണമെന്ന ഉത്തരവ് ഉണ്ടായത്. ഈ വിധി മാനിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായി നേരിടുകയോ ചെയ്യണമെന്ന നിലപാടാണ് ഓംബുഡ്സ്മാന്റെ വിധി കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ LDF മെമ്പർമാർ ഉൾപ്പെടെ പകുതിയോളം കൗൺസിലർമാർ സ്വീകരിച്ചത്. നിർമ്മാണത്തിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കണമെന്നും ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് NHNOCയും ലഭ്യമാകാതെ ഹൈക്കോടതിയെ സമീപിക്കരുതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ മിനിറ്റ്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെയും സെക്രട്ടറിയുടെയും അഭിപ്രായം മാനിക്കാതെ ഹൈക്കോടതിയിൽ കേസ് നൽകണമെന്ന അഭിപ്രായമായിരുന്നു ഭരണപക്ഷം സ്വീകരിച്ചത്. ഇതിനെ പ്രതിപക്ഷം എതിർത്തുവെങ്കിലും ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഹൈക്കോടതിയിൽ കേസ് നൽകാൻ വോട്ടിംഗിലൂടെ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. കേസ് നടത്താൻ നിയമപരമായി തനിക്കാവില്ല എന്ന വിവരം അപ്പോൾ തന്നെ സെക്രട്ടറി കൗൺസിലിനെ അറിയിച്ചു. പ്രതിപക്ഷത്തിന്റെ കാര്യകാരണ സഹിതമുള്ള വിയോജിപ്പുകളും സെക്രട്ടറിയുടെ അജണ്ടയിലുള്ള കുറിപ്പും ഹൈക്കോടതിയിൽ നിന്നും മറച്ചുവെച്ച് വ്യാജ സത്യവാങ്മൂലം നൽകിയ ബീന ശശിധരൻ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അർഹയല്ലെന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാരായ TV നിധിൻ, NI പൗലോസ്, KJ ഷൈൻ, MK ബാനർജി, ജ്യോതി ദിനേശൻ, ജയ ദേവാനന്ദൻ, CS സജിത, ഷൈനി രാധാകൃഷ്ണൻ, നിമിഷ രാജൻ എന്നിവർ ആവശ്യപ്പെട്ടു. നടക്കുന്നവരെ രാജിവെക്കൂ, പുറത്തു പോകൂ. ദുർഭരണം തുലയട്ടെ. തീരുമാനം പൂഴ്ത്തിവെച്ചു കോടതിയെ പറ്റിച്ച് തുലയട്ടെ. ദുർഭരണം തുലയട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്. ജനജീവിതത്തെ ദുസ്സഹമാക്കിയുള്ള കുന്നുകരയിലെ പന്നി ഫാമിനെതിരെ പ്രതിഷേധമുയർത്തി നാട്ടുകാർ. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്ഥലം സന്ദർശിച്ചു. കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ അനധികൃത പന്നി ഫാമുകളുടെ പ്രവർത്തനം ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. 4-9 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന 3 പന്നി ഫാമുകൾക്ക് മറവിലാണ് വലിയൊരു മാലിന്യ കൂമ്പാരം കണ്ടെത്തിയത്. തുടർന്ന് ഫാമുകൾക്കെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുകയും മാലിന്യം എത്രയും പെട്ടെന്ന് മാറ്റുന്നതിനും 50,000 രൂപ നിശ്ചയിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ മേൽത്തട്ടിലെ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും ഒത്താശയോടെ പഞ്ചായത്ത് തീരുമാനത്തെ മറികടന്ന് തുടർന്നും പ്രവർത്തിച്ചു വരികയാണ്. നിരവധി തവണ പഞ്ചായത്തിൽ നിന്നും പോലീസിൽ പരാതി നൽകുകയും രാത്രിയുടെ മറവിൽ മാലിന്യവുമായി വന്ന വാഹനം ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തുവെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. സമീപ നഗരപ്രദേശങ്ങളിലെ അറവുശാലകളിൽ നിന്നും കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളും മാംസങ്ങളും കുന്നുകൂടി പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ്. നഗരത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾക്കൊപ്പം ഉള്ള പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക ശ്വസിച്ച് നാട്ടുകാർക്ക് ശ്വാസകോശ രോഗങ്ങൾ പടരുകയാണ്. മഴക്കാലം വന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. കിണറുകളിൽ ഇപ്പോൾ മലിനജലം ഒഴുകിയെത്തിയിരിക്കുകയാണ്.
ജലസ്രോതസ്സുകൾ മുഴുവൻ അനധികൃത പന്നി ഫാമുകൾക്കും മാലിന്യ കൂമ്പാരത്തിനും കൂട്ടുനിൽക്കുന്ന സർക്കാരിനെതിരെ ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും സ്ഥലം സന്ദർശിച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ആളുകളാണ് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പരാതികൾ ഉയർത്തുന്നത്. അറവ് മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഈ പ്രദേശം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം ഒരു ശവപ്പറമ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇതിൻ്റെ മറവിൽ ഈ മനുഷ്യനുപയോഗിച്ച ഭക്ഷണ മാലിന്യങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിടുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്ലാസ്റ്റിക്കും മറ്റ് ജൈവമല്ലാത്ത മറ്റ് മാലിന്യങ്ങളുമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് പ്ലാസ്റ്റിക് ഇവിടെ കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടെ കത്തിക്കുന്നത്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തിയും ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം മുൻനിർത്തിയും ഒക്കെ ഈ പ്രദേശത്തുള്ള ഈ മാലിന്യ ശേഖരണം ഇത് മാറ്റാനും ഇത് ഉടമസ്ഥൻ്റെ ചെലവിൽ തന്നെ മാറ്റാനും ഇതിവിടെ അവസാനിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. 70ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ബിന്ദു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചലന പരിമിതി, ശ്രവണ പരിമിതി, ബുദ്ധിപരമായ പരിമിതി എന്നിവയുള്ള 70 ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് നൈപുണ്യ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. സ്കിൽ കൗൺസിൽ ഫോർ പേഴ്സൺസ് ഡിസബിലിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂരിൽ നടന്ന ചടങ്ങ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാനവശേഷി വകുപ്പിന് നേതൃത്വം നൽകുന്ന ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വൈകേശ്വരി റാവു, റവറൻഡ് ഡോക്ടർ ഷോണി മാത്യു പെരുമ്പിള്ളി, ബേബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരല്പം വ്യക്തിപരമായ കാര്യം പറഞ്ഞുകൊണ്ടേ ഈ പ്രോജക്റ്റ് SCPWയുമായി ചേർന്ന് ഞങ്ങൾ ഈ പദ്ധതി കഴിഞ്ഞ 2 വർഷമായി നടത്തുകയാണ്. എന്നിരുന്നാൽ കഴിഞ്ഞ വർഷം പെട്ടെന്ന് ഒരു റോഡ് ആക്സിഡൻറ്റ് എൻ്റെ മകൾക്ക് വല്ലാത്തൊരു അപകടം സംഭവിച്ചിരുന്നു. ആ സമയത്ത് എൻ്റെ മകൾ ഏതാണ്ട് 1 വർഷത്തോളം വീൽ ചെയറിലായിരുന്നു. അന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഈ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുന്നത് പോലെയല്ല. എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിക്കുമ്പോൾ വരുന്ന എന്തൊക്കെ ചലഞ്ചസ് ആണ് ഒരാൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് 1 വർഷത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കി. എന്നിരുന്നാലും നിങ്ങളെപ്പോലെ പലരും എനിക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുടെയുമായ പ്രാർത്ഥനയിലൂടെ ഒരുപാട് ഫിസിയോതെറാപ്പിയും ട്രീറ്റ്മെൻറ്റും എല്ലാം എടുത്ത് അവളും ഇതേപോലെ ഒരു ചലഞ്ചിനെ മറികടന്ന് ഇന്ന് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്കത് തോന്നുന്നത്. ഈ ചലഞ്ചസ് നിങ്ങൾ ഓരോരുത്തരും നേരിടുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. അങ്കമാലി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ രോഗികളെ ബുദ്ധിമുട്ടിലാക്കി സിനിമാ ചിത്രീകരണം. വിശദീകരണം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വ്യാഴാഴ്ച രാത്രി മുഴുവൻ രോഗികളെയും ബുദ്ധിമുട്ടിലാക്കി നടന്ന സിനിമാ ചിത്രീകരണത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ. സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച വൈകിട്ടാണ് ആശുപത്രിയിൽ സിനിമ ചിത്രീകരണം നടത്തിയത്. ഇതിനിടെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിയ രോഗികൾക്ക് കൃത്യമായി ഡോക്ടറെ കാണുന്നതിന് സാധിച്ചില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. പുത്തൻവേലിക്കര കരോട്ടുകര സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പുത്തൻവിളിക്കര കരോട്ടുകര സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പുത്തൻവിളിക്കര പാദ്വ സെന്ററിൽ സംഘടിപ്പിച്ച ദിനാചരണം പറവൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സരിത ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ ജഡ്ജിയും മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ പ്രവർത്തക കമ്മിറ്റി ചെയർമാൻ KU ഇബ്രാഹിം, കൊച്ചി നഗരസഭ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ, ദേശീയ യുവജന പ്രസിഡന്റ് KE ഷബീർ, സംസ്ഥാന യുവജന പ്രസിഡന്റ് തോമസ് കോരശ്ശേരി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ചെയർമാൻ ഷാനവാസ് മേത്തർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ കാഞ്ഞൊളി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബെന്നി V തോമസ്, PTA പ്രസിഡന്റ് സിബിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനോടനുബന്ധിച്ച് കുട്ടികളെ അവതരിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം മിൽക്ക് ഡിവിഷനിൽ. നമസ്കാരം.